എടോ, ഞാനും വരാം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ചിലപ്പോൾ ശരിയാവില്ല. വേണ്ട, ഞാനും അമ്മയും കൂടെ പോയിട്ട് വരാം. എനിക്ക് ഒരു കാര്യത്തിലേ ഉള്ളൂ വിഷമം. അച്ഛനെ കാണാൻ പോകുന്നു അറിഞ്ഞ സമയം മുതൽ ഒരാൾ അച്ഛന് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുവോ. ഇതെല്ലാം കൂടി ജയിലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവരിതൊന്നും അകത്തേക്ക് കയറ്റില്ലെന്ന് പറഞ്ഞപ്പോ ആകെ സങ്കടപ്പെട്ടിരുന്ന് വിതുമ്പുവോ. അച്ഛന് ഇഷ്ടപ്പെട്ട കടുമാങ്ങയും തേങ്ങ ചമ്മന്തിയും ചോറും ഒക്കെ വെച്ച് ഒരു പൊതിച്ചോറ് കെട്ടി വെച്ചിട്ടുണ്ട്. അതെങ്കിലും അച്ഛന് കൊടുക്കണം. അതിനുള്ള ഏർപ്പാട് ചെയ്തു തന്നാ മതി. ചിന്നു, ഇതാ ഞാൻ പറഞ്ഞത്, ഞാനും കൂടി വരാന്ന്. എടോ, ഇയാള് വരണ്ട. ഇയാളും കൂടി ജയിലിൽ വന്നാ അത് ആ നിമിഷം തന്നെ രമ മേഡം അറിയും. ഇനി അതിനെ ചൊല്ലി ഒരു കോലാഹലം കൂടി ഉണ്ടാക്കണ്ട. അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ, ഞാനും കൂടി വരാന്നേ. വേണ്ട, ഇനി ഇയാള് വന്നതിന്റെ പേരില് അടുത്തൊരു പ്രശ്നത്തിന് ഞാനില്ല. അവസാനം എല്ലാം കൂടി അനുഭവിക്കേണ്ടി വരുന്നത് ചന്ദ്രാമ്മയായിരിക്കും. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ താൻ വരണ്ട. കുഞ്ഞുമോൾക്ക് അടുത്ത മരുമോടും ധാരണയായി. ഇവളീ കുടുംബത്തിന്റെ ആണിക്കലിളക്കിയിട്ടേ പോകൂ. കുഞ്ഞോളെ, നിന്നെ കാത്തിരിക്കുന്നതല്ല നല്ല ഒന്നാന്തരം ട്രോഫികളാണല്ലോ കുഞ്ഞോളെ. ശരി, ഞാൻ വരുന്നില്ല. ഏതായാലും തൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ദാസേറിന് കൊടുക്കാൻ ഉണ്ടാക്കിയ പൊതിച്ചോറ് ദാസേറിന് തന്നെ കൊടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. മതി, അത് മതി. എന്നാ താൻ ചെല്ല്. ഇത് ഞാൻ മിന്നിക്കും. അതെ അതെ. ഓ, അങ്ങനെയാണോ കുഞ്ഞോളെ? ഫോണിലാണെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് മതി, ഞാൻ പിന്നെ വരാം. അതിനെന്താ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാല്ലോ. ഒന്ന് വന്നിട്ട് പോയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അതിനിടയിൽ ഇനി ആരെയാണാവോ ഓടിച്ചു വരുത്തുന്നത്. കുറച്ചു നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. അവരുടെ മുഖമൊക്കെ ഞാനങ്ങ് മറന്നു. അതെ, തീ പിടിച്ചതാ. കാര്യസ്ഥനായി നിന്ന ശിവദാസനാണ് അത് ചെയ്തത്. ഈശ്വര, വല്ല സീമേകാരും ആയിരിക്കോ?